അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയൊക്കെയല്ലേ. ഇപ്പോൾ രാവിലെ എണീറ്റപ്പോഴേക്കും ഒരു ആഗ്രഹം, ഒരു കപ്പ ബിരിയാണി കഴിച്ചാലോ എന്ന്. അപ്പം അങ്ങനെ ഞാൻ വൈഫിനോട് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ് അവൾ നാട്ടിൽ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു കപ്പ ബിരിയാണിക്ക് നമ്മുടെ നാട്ടിലേതായ ഒരു ടേസ്റ്റ് തോന്നിയിട്ടില്ല. അതുകൊണ്ട് എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളെന്തായാലും കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അങ്ങനെ ബീഫൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ബബുലിനാണ് കേട്ടോ. ഇനി ഇതിന് വേണ്ട മസാല നമുക്ക് തയ്യാറാക്കാം. ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാല. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ മസാല എല്ലാം ഇട്ട് ചൂടാക്കി എടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ചൂടാക്കാൻ, ഇല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. മസാലയൊക്കെ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ബീഫിലേക്ക് കുറച്ച് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് മസാലയും കൂടെ അതിൻ്റെ കൂടെ ചേർക്കണം. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമ്മൾ നല്ല രീതിയിൽ മസാല മിക്സ് ചെയ്ത് കൊടുക്കുവാണേ. ഈ മിക്സിങ്ങിലാണ് കേട്ടോ കാര്യം. ഇത് എത്രയും നല്ലതായിട്ട് മിക്സ് ചെയ്യുന്നു അത്രയും നല്ലതായിട്ട് മസാല ബീഫിൽ പിടിക്കും. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പലരും പല രീതിയിലാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതെൻ്റെ വൈഫിൻ്റെ വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മസാലയ്ക്ക് മിക്സ് ചെയ്ത് കുക്കറിനകത്ത് ഇട്ട് അടച്ചു വെക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കുക്കറെടുത്ത് അടുപ്പത്ത് വെച്ച് ഒരു 5-6 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കപ്പയുടെ പരിപാടിയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്രോസൺ കപ്പയാണ് കേട്ടോ. ഇത് വളരെ ഈസി പരിപാടി ആയതുകൊണ്ട് ഞാൻ തന്നെ ഇത് ഏറ്റെടുത്തു. കപ്പയുടെ ഐസൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഗൈസ്, നമ്മൾ കപ്പ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ കപ്പയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ല രീതിയിൽ കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കാം. അങ്ങനെ വിസിൽ വന്നു. നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ. ഇന്നലെ കുറച്ച് മഴയുണ്ടായിരുന്നെങ്കിലും ഇന്ന് നല്ല തെളിഞ്ഞ ആകാശമാണ്. എന്നാലും തണുപ്പിന് ഒരു കുറവുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്പയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല മണവും വരുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം. ശരിക്കും ഈ ബീഫിലേക്കായിരുന്നു കപ്പ മിക്സ് ചെയ്യാണ്ട്. പക്ഷേ നമ്മുടെ കുക്കർ ചെറുതായതുകൊണ്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചൂടാക്കി എടുക്കാം. അപ്പോൾ ബീഫിൻ്റെ മസാലയൊക്കെ കപ്പയിലേക്ക് നല്ല രീതിയിൽ പിടിക്കും. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരു 2-3 പച്ചമുളകും ഒരു സവാളയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. തീയൊക്കെ ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ബീഫും കപ്പയും നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് കേട്ടോ അതിൻ്റെ മെയിൻ പരിപാടി. കപ്പ ബീഫിലേക്ക് നല്ല രീതിയിൽ ഉടച്ച് ഇളക്കി ചേർത്ത് കൊടുക്കണം. എത്ര നന്നായിട്ട് ഇളക്കുന്നോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കപ്പ ബിരിയാണിക്ക്. ഇത് കാണുന്ന പോലെ അത്ര സിമ്പിളല്ല കേട്ടോ. നല്ല കായികാധ്വാനം വേണ്ട പരിപാടിയാണ്. നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ നല്ല മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കപ്പ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
സൂപ്പറായിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റ്. ആദ്യം ഉണ്ടാക്കിയപ്പോഴേക്കും ഇത്ര പ്രതീക്ഷിച്ചില്ല ഇത്ര ടേസ്റ്റ് ഉണ്ടാവുന്നു. ഇതിൻ്റെ മുകളിൽ ഒരു ഓംലേറ്റ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സൂപ്പർ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.